നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തില്ലേ, അതുപോലെ നമ്മുടെ നഗരസഭ, അതുപോലെ തന്നെ നിയമസഭയും കേരള നിയമസഭയും BJPയുടെ കയ്യിൽ വരും. അതെ, തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു. ഇനി കേരള നിയമസഭ പിടിച്ചെടുക്കും. എന്തൊരു ആത്മവിശ്വാസമാണ് ഇവർക്ക്. ജനം ഇപ്പോൾ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് 3 MLA-മാരെന്ന് പറയുന്നത്. ജനം BJPയെ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ഇപ്പോൾ വിജയിച്ചു കയറിയ 3 MLA-മാർ. അല്ലാതെ 10 വർഷത്തെ തുടർഭരണവും അതിന്റെ തുടർച്ചയായി LDF ഭരണകൂടത്തോടും സ്ഥാനാർത്ഥികളോടുമുള്ള മടുപ്പും ചില നേതാക്കളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ സഖാക്കളുടെ അമർഷവും എല്ലാം ചേർന്ന് UDF-ലേക്ക് വൻതോതിൽ വോട്ടുകൾ മറിഞ്ഞപ്പോൾ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയതല്ല ഈ 3 സീറ്റുകൾ. കേട്ടോ, എങ്ങനെ ജയിച്ചാലും ആ വിജയത്തെ ഞാൻ കുറച്ചൊന്നും കാണുന്നില്ല. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. 3 MLA-മാരെന്ന് പറയുന്നത് 100 MLA-മാരുടെ ശക്തിയോടുകൂടി നിയമസഭയിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് വിശ്വാസം വരും. തീർച്ചയായിട്ടും അടുത്ത ഊഴം ഇനിയും തീർച്ചയായിട്ടും BJPയുടെ തന്നെ ആയിരിക്കും. ഓ, അത് ശരി. ഈ 3 MLA-മാരും 100 MLA-മാരുടെ ശക്തിയോടുകൂടി നിയമസഭയിൽ പ്രവർത്തിക്കും. അതായത് പ്രധാന പ്രതിപക്ഷം. LDF-ന് 35 MLA-മാർ മാത്രമല്ലേ ഉള്ളൂ. ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അതിശയിക്കേണ്ട. ലോകത്താദ്യമായി നിലവിൽ രൂപീകരിക്കപ്പെടാത്ത ഒരു ഗവൺമെന്റിനെതിരെ സമരം ചെയ്തവർ ആണിവർ. ഏത് സമരമെന്നോ? ഇതാണ് ആ സമരം. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സർക്കാർ വരുന്നതിന് മുൻപ് ആ സർക്കാരിനെതിരെ സമരം നടത്തിയത് ആരാണ് എന്നൊരു PSC ചോദ്യം വന്നാൽ അതിന് ഉത്തരം മഹിളാ മോർച്ച എന്നായിരിക്കും. ഇന്നലെ ആ രീതിയിലുള്ള പ്രതിഷേധമാണ് പല ജില്ലകളിലും കണ്ടത്. പാചകവാതക ക്ഷാമമോ പെട്രോൾ ഡീസൽ പാചകവാതകം തുടങ്ങി മറ്റ് അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റമോ BJP-ക്കാരെ ഒരിക്കലും ബാധിക്കാറേയില്ല. ഡോളറിനെതിരെ റെക്കോർഡ് തലത്തിൽ കൂപ്പുകുത്തിയ ഇന്ത്യൻ രൂപയുടെ മൂല്യമോ രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധികളോ ഒന്നും തന്നെ ഇവരെ ഒരിക്കലും ബാധിക്കാറുമില്ല. ദേശസ്നേഹികൾ രാജ്യത്തിനായി ത്യാഗം സഹിക്കണം എന്നാണ് ഈ കൂട്ടരുടെ വാദം. ഞങ്ങൾ വന്നിട്ട് 3 മാസമേ ആ സമയത്തായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 5 വർഷത്തെ പ്രവർത്തന ഫലം നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് മനസ്സിലായി. അവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതുപോലെ നിയമസഭയിലും അവരൊരു മാറ്റം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 3 സീറ്റ് കിട്ടിയത്. 3 മാസം കൊണ്ട് 5 വർഷത്തെ മാറ്റങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരുവാൻ BJP-ക്ക് കഴിഞ്ഞു എന്നൊക്കെ ഇവരിങ്ങനെ തള്ളിവിടുകയാണ്. സുഹൃത്തുക്കളെ, തള്ളിവിടുകയാണ്. അവരുടെ 3 മാസത്തെ പ്രവർത്തന മികവ് കണ്ട് തിരുവനന്തപുരത്ത് 2ഉം അങ്ങ് കൊല്ലത്തു നിന്നും 1 സീറ്റിലും ജനങ്ങൾ ഇവരെ വിജയിപ്പിച്ചു. കേരളത്തിലെ ബാക്കി നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾ ആരും ഇവരുടെ 3 മാസം കൊണ്ട് 5 വർഷത്തെ പ്രവർത്തന മികവ് എന്ന് പറയുന്ന ആ മാജിക് കണ്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ അതൊന്നും അറിഞ്ഞില്ല. ആ ഭരണ മികവ് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ BJP-ക്ക് കഴിഞ്ഞില്ല. തികഞ്ഞ പരാജയം തന്നെ. 3 നമ്മുടെ തുടക്കമാണ്. 30 കൂടുതലാവും. നമ്മൾ ഇത് ഭൂരിപക്ഷം പിടിക്കാനായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ BJP ഭരണം പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ 30 മാറും. 30 അതുക്കും മേലെ. ശരിക്കും എങ്ങനെയാണ് BJP-ക്ക് ഇത്തവണ 3 സീറ്റുകളിൽ വിജയിക്കുവാൻ സാധിച്ചത്? അതൊരിക്കലും ഇവർ പറയുന്നത് പോലെ ഇവരെ ജനങ്ങൾ നെഞ്ചിലേറ്റി വിജയിപ്പിച്ചതോ ഇവരുടെ വാഗ്ദാനങ്ങളിൽ വീണുപോയതോ പ്രവർത്തന മികവ് കണ്ട് വിജയിപ്പിച്ചതോ അല്ല. പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. നേമത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടത് സ്ഥാനാർത്ഥി B. ശിവൻകുട്ടിയെ തോൽപ്പിച്ചത് 4978 വോട്ടുകൾക്കാണ്. കഴക്കൂട്ടത്ത് ശ്രീ V. മുരളീധരൻ ഇടതു സ്ഥാനാർത്ഥി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചത് 428 വോട്ടുകൾക്ക്. കൊല്ലം ചാത്തന്നൂരിൽ ജയിച്ച BB ഗോപകുമാറിന് ലഭിച്ചത് 4398 വോട്ടുകൾ.
അദ്ദേഹത്തോട് പരാജയപ്പെട്ടതാകട്ടെ ഇടതു സ്ഥാനാർത്ഥി CPIയുടെ R രാജേന്ദ്രൻ. ഈ 3 മണ്ഡലങ്ങളും എടുത്താൽ ഇവിടെ ശക്തരായ UDF സ്ഥാനാർത്ഥികളല്ല മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ചാത്തന്നൂരിലെ കാര്യമെടുത്താൽ അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന 3 തവണ തുടർച്ചയായി വിജയിച്ച സഖാവ് GS ജയലാലിനെ മാറ്റി പകരം R രാജേന്ദ്രനെ പരീക്ഷിച്ചതും ഭരണമാറ്റ വികാരവും LDFന് തിരിച്ചടിയായി. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു കയറി. BJP ഭരിക്കുന്ന നഗരസഭാ പരിധിയിലുള്ള കഴക്കൂട്ടം, നേമം മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് UDFന് വളരെയധികം അനുകൂലം ആയിരുന്നിട്ടും BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു. അല്പം കൂടി മികച്ച സ്ഥാനാർത്ഥികളെ ഈ 2 മണ്ഡലങ്ങളിലും UDF മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് പഴയ മേയർ VK പ്രശാന്തിൽ നിന്നും വട്ടിയൂർക്കാവ് മണ്ഡലം ശ്രീ K മുരളീധരൻ തിരിച്ചുപിടിച്ചത്. എന്തായാലും എങ്ങനെയായാലും BJPക്ക് ലഭിച്ച ഈ 3 സീറ്റുകൾ 30 സീറ്റുകളേക്കാൾ അവർക്ക് വിലമതിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇപ്പോൾ 3ഇടത്ത് വിരിഞ്ഞ താമര വരും നാളുകളിൽ 10ഉം 20ഉം 30ഉം ഒക്കെയായി പൂത്തുലയും. ഇപ്പോഴത്തേത് ഒരു സൂചന മാത്രം. അപ്പോൾ പുതിയൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.